ഹലോ, ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിങ്, ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ. വെൽക്കം ടു മൈ ചാനൽ ഗൈസ്. എന്തൊക്കെയുണ്ട്? സുഖമായിരിക്കുന്നു പ്രതീക്ഷിക്കുന്നു. ചില സത്യസന്ധമായ കാര്യങ്ങൾ ഈ ഒരു വീഡിയോൻ്റെ അകത്ത് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ചിലപ്പോൾ അങ്ങനെ ചില കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് കുറേ ആളുകൾക്ക് വല്ലാതെ അങ്ങോട്ട് കൊള്ളും. കുഴപ്പമില്ല, പറയാതിരിക്കാൻ നിവൃത്തിയില്ല, അതുകൊണ്ടാണ്. അപ്പോൾ കാര്യത്തിലേക്ക് കിടക്കാം. ചാന്ത് കുടഞ്ഞൊരു സൂര്യൻ മാനത്ത് നല്ലൊരു പാട്ടാണത്. ചാന്ത് പൊട്ട് എന്ന് പറഞ്ഞ സിനിമയിലെ നല്ലൊരു പാട്ട്. ആ ഒരു സിനിമയ്ക്കകത്ത് ഈ ഒരു പാട്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അവർ എടുത്തും വെച്ചിരിക്കുന്നത്. നമ്മുടെ ദിലീപേട്ടനാണെങ്കിലും ഗോപികയാണെങ്കിലും നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുമുണ്ട്. അപ്പോൾ ആ ഒരു പാട്ട് നമ്മുടെ ദാസേട്ടൻ കോഴിക്കോടും പിന്നെ കൊല്ലം സുധി ചേട്ടൻ്റെ ഭാര്യയും കൂടിയിട്ട് അവരവരുടേതായിട്ടുള്ള രീതിയിൽ ചെയ്ത് ഇട്ടിട്ടുണ്ട് ഇൻസ്റ്റഗ്രാമിൻ്റെ അകത്ത്. കൊള്ളാം, നന്നായിട്ടുണ്ട്, രസമുണ്ട് അത് കാണാനാണെങ്കിലും. എന്താ കുഴപ്പം അതിന്? എനിക്ക് മനസ്സിലാകാത്തോണ്ട് ചോദിക്കുന്നത്, എന്താ കുഴപ്പം? എന്തിനാണ് ആളുകൾക്ക് ഇത്രയും കുരു പൊട്ടേണ്ട ആവശ്യം? കുറേ ആളുകൾ ആ വീഡിയോൻ്റെ താഴെ പോയിട്ട് അവരെ കുറ്റപ്പെടുത്തുന്നുണ്ട്. ഭയങ്കര ഉപദേശമൊക്കെയാണ് ചില ആളുകൾ. എന്നാൽ ഈ ഉപദേശിക്കാൻ പോകുന്ന ആളുകൾ ഇവർക്ക് വല്ല ചിലവിന് കൊടുക്കുന്നുണ്ടോ? എന്തെങ്കിലും ഉപകാരം ചെയ്യുന്നുണ്ടോ? ഒരു തേങ്ങയില്ല, വെറുതെ പോയി ഇരുന്ന് കുറ്റം പറയുക. ചില കമൻറ്റുകളൊന്നും ഞാൻ എൻ്റെ കൊണ്ട് പറയുന്നൊന്നുമില്ല, അല്ലെങ്കിൽ ഞാൻ ഇവിടെ എടുത്ത് വെക്കുന്നൊന്നുമില്ല. എന്തിനാണ് വെറുതെ? നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ എന്തൊക്കെയായിരിക്കും, എന്തൊക്കെ തരത്തിലുള്ളതായിരിക്കുമെന്ന്. അവർ ജീവിക്കട്ടെ. അവരുടേതായിട്ടുള്ള രീതിയിൽ ജീവിച്ച് രക്ഷപ്പെട്ട് പോട്ടെ. നമ്മളെല്ലാവരും മനുഷ്യന്മാരാണ്. നമ്മൾ ആഗ്രഹിക്കേണ്ട എന്താണ്? നമ്മളും നല്ല രീതിയിൽ സന്തോഷത്തോടു കൂടി ജീവിക്കുക, ബാക്കിയുള്ളവരെ ജീവിക്കാൻ അനുവദിക്കുക. അല്ലാതെ ചുമ്മാ ഹേർട്ട് ചെയ്യാൻ വേണ്ടി നിന്നിട്ട് എന്താ കാര്യം? പിന്നെ ഈ പറഞ്ഞ കൊല്ലം സുധി എന്ന് പറയുന്ന പുള്ളിനെ ഇവിടെ ആളുകൾക്ക് ഇഷ്ടമാണ്. പുള്ളിയോട് ആളുകൾക്കൊരു റെസ്പെക്റ്റും ഒരു സ്നേഹമൊക്കെ ആക്ച്വലി ഉണ്ട്. നല്ല കാര്യം, ആയിക്കോട്ടെ. പക്ഷെ പുള്ളിയോട് ആളുകൾക്കുള്ള സ്നേഹം, ഇഷ്ടം, അത് എന്താ പറയുക, അവരുടെ ഭാര്യയ്ക്ക് ഒരു ബേർഡനായി മാറരുത്, അല്ലെങ്കിൽ അവർക്കതൊരു ഉപദ്രവമായിട്ട് മാറരുത്. ശരിയാണ്, എന്താണ്, പുള്ളി മരിച്ചെന്ന് പറഞ്ഞിട്ട് ഇവരിങ്ങനെ എപ്പോഴും ദുഃഖിച്ചുകൊണ്ടൊക്കെ ഇരിക്കണോ? അവർക്ക് അഭിനയിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവർ അഭിനയിക്കട്ടെ. അവർ ജീവിച്ച് അവരുടേതായിട്ടുള്ള രീതിയിൽ മുമ്പോട്ട് പോയിക്കോട്ടെ. അവരെ സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണ്ട, മാറി നിൽക്ക്. കാണാൻ താല്പര്യമില്ലെങ്കിൽ കാണണ്ട, മാറി നിൽക്ക്. അല്ലാതെ ചുമ്മാ അവിടെ പോയി കാണുകയും ചെയ്യും, അവരെ കുറ്റപ്പെടുത്തുകയും ചെയ്യും, ഉപദേശിക്കുകയും ചെയ്യുമെന്ന് പറയുന്ന ഒരുമാതിരി നാണം കെട്ട നാറിയ പണിയാണെന്ന് എനിക്ക് പേഴ്സണലി പറയാനുള്ളൂ. കഷ്ടമാണ്, പരമ കഷ്ടം. പിന്നെ മറ്റൊരു കാര്യം എന്താണ്, അതിൻ്റെ താഴെ അവരെ മാത്രം കേട്ടോ കുറ്റപ്പെടുത്തുന്ന ആളുകൾ, സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആളുകൾ ആക്ച്വലി ഉണ്ട്. അവരെ കുറ്റപ്പെടുത്തുന്ന ആളുകളിൽ അവരെ മാത്രമാണ് പലരും കുറ്റപ്പെടുത്തുന്നത്. ദാസേട്ടനെ ആരും ഒന്നും പറയുന്നില്ല. ദാസേട്ടൻ എന്താ കല്യാണം കഴിഞ്ഞ ആളല്ലേ? അയാളെ ആരും കുറ്റപ്പെടുത്തുന്നത് കാണുന്നില്ലല്ലോ. അല്ല, ഈ പറഞ്ഞതിൻ്റെ അർത്ഥം അയാളെ കുറ്റപ്പെടുത്തണം എന്നല്ല, രണ്ടുപേരെയും കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. മനസ്സിലായില്ലേ? അത് വേറെ കാര്യം, അതൊരു ഒരു അഭിനയമല്ലേ അത്. ആരും കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. പക്ഷേ ഇതിൻ്റെ അകത്ത് കുറ്റപ്പെടുത്തുന്ന ആൾക്കാർ ആ സ്ത്രീയെ മാത്രമാണ് കുറ്റപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കുന്നത്. പിന്നെ വളരെ മോശമായിട്ടുള്ള രീതിയിൽ കമൻറ്റും ഒക്കെ ചെയ്യുന്നത് അവരെ മാത്രമാണ്. വൈ? പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. മറ്റേ ദുർഗ കൃഷ്ണ നടി മറ്റേ നടി ഉടൽ എന്ന് പറഞ്ഞ സിനിമ എത്ര ആൾക്കാർ കണ്ടിട്ടുണ്ടെന്നൊന്നും അറിയില്ല. ആ സിനിമയ്ക്കകത്ത് ധ്യാൻ ശ്രീനിവാസനും ദുർഗ കൃഷ്ണനും തമ്മിലൊരു ഇൻറ്റിമേറ്റ് രംഗമുണ്ട്. ആ സിനിമയ്ക്കകത്ത് ആ ഒരു ഇൻറ്റിമേറ്റ് രംഗം മാത്രമല്ല ഉള്ളത്, വേറെയും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല കിടിലൻ സിനിമയാണ് അത്. നല്ല രീതിയിൽ എടുത്തു വെച്ചിട്ടുള്ളൊരു സിനിമയാണ്. ഇന്ദ്രൻ സേട്ടനൊക്കെ ഉണ്ട് അതിൻ്റെ അകത്ത്. നല്ലൊരു സിനിമയാണ്. പക്ഷേ അതിൻ്റെ അകത്ത് ആ ഒരു ഇൻറ്റിമേറ്റ് രംഗം ഉണ്ടെന്ന് കരുതിയിട്ട് ഇവിടെയുള്ള ഒരുപാട് ആളുകൾ അവരെ ഭയങ്കരമായിട്ട് സൈബർ അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. ഭയങ്കരമായിട്ട് അവരെ ചീത്ത വിളിച്ചിട്ടുണ്ട്, തെറി വിളിച്ചിട്ടുണ്ട്. സോഷ്യൽ മീഡിയയ്ക്കകത്ത് വളരെ മോശമായിട്ട് സ്ലട്ട് ഷേമിങ് അടക്കം ദുർഗ കൃഷ്ണയ്ക്ക് ആ ഒരു ഇൻറ്റിമേറ്റ് രംഗം ആ ഒരു സിനിമയിൽ ചെയ്തു എന്നുള്ളതിൻ്റെ പേരിൽ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അവരെ മാത്രമാണോ? അല്ല, അവരുടെ ഹസ്ബൻഡിനെ വരെ ആളുകൾ ചീത്ത വിളിച്ചിട്ടുണ്ട്, തെറി വിളിച്ചിട്ടുണ്ട്. ഭയങ്കര മോശമായിട്ട് അയാളെ, വളരെ മോശമായിട്ട് ആളെ ഇൻസൾട്ട് ചെയ്ത് തരം താഴ്ത്തിക്കൊണ്ട് പറഞ്ഞിട്ടുണ്ട്. കാശിന് വേണ്ടിയിട്ട് ഭാര്യനെ ഇങ്ങനെ വിട്ടിരിക്കുകയാണ്, അയാൾക്ക് നാണമില്ല, അല്ലെങ്കിൽ നട്ടലില്ലാത്തവൻ, അങ്ങനെയുള്ള ലെവലിലുള്ള അറ്റാക്ക് വരെ അയാൾക്ക് നേരെയും ആക്ച്വലി ഉണ്ടായിരിക്കുന്നു. ഇവരുടെ കുടുംബത്തിന് നേരെയും ആക്ച്വലി ഉണ്ടായിരിക്കുന്നു. ഇവിടെ മലയാളി പൊളിയാണെന്ന് വലിയ അന്തസ്സായിട്ട് ചിലച്ചുകൊണ്ട് നടന്നിട്ട് കാര്യമൊന്നുമില്ല.
പൊളിയാണെന്നുണ്ടെങ്കിൽ അത് പ്രവൃത്തിയിൽ കാണിക്കണം. അല്ലാണ്ട് ഇടുന്ന ഷർട്ടിലും അടിക്കുന്ന പെർഫ്യൂമിലും ഇടുന്ന ഷൂവിൻ്റെ ബ്രാൻഡുകൾ ഗംഭീരമായതുകൊണ്ട് കാര്യമില്ല. ചിന്താഗതിയിൽ പുരോഗമനം ഉണ്ടാവണം, ചിന്താഗതി പ്യുവർ ആയിരിക്കണം. അല്ലാതെ ഇങ്ങനത്തെ ഇടുങ്ങിയ ചിന്താഗതിയും തൊലിഞ്ഞ കാഴ്ചപ്പാടുകളും വെച്ചിട്ട് മലയാളി പൊളിയാണെന്നും പറയുന്നതിന് വല്ല അർത്ഥമുണ്ടാകും. പൊളിയായിട്ടുള്ള കിടിലം മലയാളികളൊക്കെ ഉണ്ടില്ലെന്നല്ല പറയുന്നത്. പക്ഷെ ഇതുപോലെയുള്ള പ്രവൃത്തി കാണിക്കുന്ന വളിയന്മാർ ഉള്ളത് കൊണ്ട് മര്യാദയ്ക്കുള്ള മലയാളികളുടെയും കൂടിയും വില പോവുകയാണ് എന്നുള്ളതാണ് റിയാലിറ്റി. അപ്പോൾ ഞാൻ അന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ദുർഗകൃഷ്ണനെ എല്ലാവരും ഭയങ്കരമായിട്ട് ആ ഇൻറ്റിമേറ്റ് രംഗത്തിൽ അഭിനയിച്ചതിൻ്റെ പേരിൽ ചീത്ത വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ധ്യാനിനെ ആരും പറയുന്നില്ല. ധ്യാൻ കല്യാണം കഴിഞ്ഞൊരു വ്യക്തിയാണ്, അയാളെ ആരും പറയുന്നില്ല. ഞാൻ വീണ്ടും പറയുന്നു, ധ്യാനെ പറയണം എന്നല്ല പറയുന്നത്, ആരെയും കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. ഒരു സിനിമയാണത്, ഇൻറ്റിമേറ്റ് രംഗം ഒരു സിനിമയുടെ ഭാഗമായിട്ട് വരുന്നു എന്ന് മാത്രം, അഭിനയമാണ്. പക്ഷെ ഇതിൽ കുറ്റപ്പെടുത്തുന്ന ആളുകൾ ഇവരെ മാത്രമാണ് കുറ്റപ്പെടുത്തുന്നത്. അതെന്താണ് ഇതിൻ്റെ ഒരു പ്രശ്നം എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവാത്തത്. വൈ? പിന്നെ സിനിമ എന്ന് പറയുന്ന ഒരു ആർട്ടാണ്, അഭിനയമാണ്, കുറേ ക്യാമറകൾക്ക് മുമ്പിൽ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അല്ലാണ്ട് റിയലായിട്ട് ഇവർ കടന്നിട്ട് ഇതാക്കുന്നതല്ല. അതൊരു സിനിമയായിട്ട് നമ്മുടെ മുമ്പിലേക്ക് വരുന്ന സമയത്ത് നമ്മളത് ആ രീതിയിൽ കാണുന്നു എന്ന് മാത്രം. പക്ഷെ ആളുകൾക്ക് വിവരമില്ല. ആളുകൾ ഇതങ്ങോട്ട് കാണുമ്പോഴേക്കും എന്താണ്, ഇതാ അവള് കടന്നു കൊടുത്തു, അവൻ്റെ യോഗം, അവളുടെ ഭർത്താവ് ഇതാ അഴിച്ചു വിട്ടിരിക്കുകയാണ്. ഈ ലെവലിലൊക്കെ അങ്ങോട്ട് ഭയങ്കര ഒരു കാമചിന്തയോട് കൂടിയിട്ടാണ് ഇതിനെയൊക്കെ അപ്രോച്ച് ചെയ്യുന്നത്. എന്നാൽ ഈ പറയുന്ന ഈ കുറ്റപ്പെടുത്തുന്ന ആൾക്കാരുണ്ടല്ലോ, ഈ ഇൻറ്റിമേറ്റ് രംഗങ്ങളിൽ അഭിനയിക്കുന്ന എന്താണ് പറയുക നടിമാരെയൊക്കെ കുറ്റപ്പെടുത്തുന്ന ആളുകൾ ഇതെല്ലാം കാണുന്നുമുണ്ട്, എൻജോയ് ചെയ്യുന്നുമുണ്ട്, ഒപ്പിക്കണമുണ്ട്. പക്ഷെ എന്താ പറയുക, അതൊന്നും സെൽഫായിട്ട് തിങ്ക് ചെയ്യില്ല. മനസ്സിലായ? ഇത് എൻജോയ് ചെയ്യണത് തെറ്റാണെന്നല്ല ഞാൻ പറഞ്ഞത്, എൻജോയ് ഒക്കെ ചെയ്തോ കണ്ടിട്ട്. പക്ഷെ ഇത് എൻജോയ് ചെയ്തിട്ട് ഇവർ ചീത്ത വിളിക്കുകയും ചെയ്യും. ഇപ്പോൾ ഇവരൊന്നും അഭിനയിക്കുന്നത്, ഇപ്പോൾ ഞാനിതൊരു ഉദാഹരണമായിട്ട് ഈ ദുർഗകൃഷ്ണയുടെ ആ ഒരു ഉടൽ എന്ന് പറഞ്ഞ സിനിമയും കൂടി കൊണ്ടുവന്നിട്ട് ഇട്ടു എന്ന് മാത്രം. ഇപ്പോൾ ഇവരുടെ കേസിൽ, ഇപ്പോൾ സുജിച്ചേട്ടൻ്റെ വൈഫ് രേണുവിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിലും അത് അഭിനയിച്ചതല്ലേ, അഭിനയമല്ലേ, ഒരു ആക്ടല്ലേ, ഒരു ആർട്ടല്ലേ അത്. നിങ്ങൾ തന്നെ ആലോചിച്ചേക്കാം, ഇതൊരു അഭിനയമാണ്, ഇതൊരു ആർട്ടാണ്, ക്യാമറയ്ക്ക് മുമ്പിലുള്ള കാര്യങ്ങളാണ് ഇതെല്ലാം എന്നുള്ള രീതിയിൽ ഇതിനെ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു പാട്ടും അല്ലെങ്കിൽ ആ ഒരു വിഷ്വൽസും ഒക്കെ നമുക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. മനസ്സിലായത്? നേരെ മറിച്ച് ആ സ്ത്രീ എന്താണ് മറ്റൊരു പുരുഷൻ്റെ കൂടെ ഇതാ കടന്ന് മറിയുന്നു, അയ്യോ അതാ മരിച്ചു പോയ ആളുടെ ആത്മാവ്, അല്ലെങ്കിൽ മരിച്ചു പോയ ആൾ പാവം മനുഷ്യൻ, അതാ ഇതൊക്കെ ഇങ്ങനെ ചിന്തിച്ചു പോകുമ്പോഴാണ് ഈ കോംപ്ലിക്കേഷൻസ് ആക്ച്വലി ഉണ്ടാവുന്നത്. എന്തിനാണ് ഒന്നാമതൊന്നും അവനവനെ ബാധിക്കുന്ന കാര്യമൊന്നുമല്ല. ഇത്ര കടന്ന് കൺസേൺഡ് ആവാനും അവിടെ പോയിട്ട് ചീത്ത വിളിക്കാനൊന്നും അവനവനെ ബാധിക്കുന്ന കാര്യമല്ല. എന്നാലും കൊണ്ടുപോയിട്ട് അങ്ങ് 4 ചീത്ത വിളിച്ചാലേ ആളുകൾക്ക് സമാധാനം ഉണ്ടാവുള്ളൂ. ഞാൻ എപ്പോഴും ഈ വക വിഷയങ്ങൾ സംസാരിക്കുന്ന സമയത്ത് ഈ ദുർഗാകൃഷ്ണനെയും ഉടൽ എന്ന് പറഞ്ഞ സിനിമേനെയൊക്കെ എനിക്ക് ഉദാഹരണമായിട്ട് എടുക്കുക. കാരണം ഞാൻ കണ്ടിട്ടുണ്ടോ, അവർ നേരിട്ടിട്ടുള്ള സൈബർ അറ്റാക്ക് ഞാൻ കണ്ടിട്ടുണ്ട് സോഷ്യൽ മീഡിയക്കകത്ത്. ഭീകരമായിരുന്നു. ആ ഒരു സിനിമയ്ക്കകത്ത് അഭിനയിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ അവർക്ക് കേൾക്കേണ്ടി വന്നത് ഭീകരമായിരുന്നു. എന്നാൽ ഇവിടെ ശരിക്കത്തെ ഈ പറഞ്ഞ പോൺ പോലത്തെ ഇതിലൊക്കെ സണ്ണി ലിയോൺ എനിക്കിഷ്ടമാണ്. അവർ ഞാൻ പണ്ട് എന്താ പറയുക കാണുകയൊക്കെ ആയിരുന്നു. ഈ പറഞ്ഞ ആരാ കാണാത്ത, ഈ തുണ്ട് കാണാത്ത ആരുമില്ല, എല്ലാവരും കണ്ടിട്ടുണ്ട്, കാണും, എൻജോയ് ചെയ്യും. പക്ഷെ നമ്മൾ അവരെ ആരും എന്താ പറയുക മോശം പറയാനോ പിടിക്കാനൊന്നും പോയിട്ടില്ല. അവരും ക്യാമറയുടെ മുമ്പിൽ അഭിനയിക്കുന്നു, അത് നമ്മൾ കാണുന്നു, എൻജോയ് ചെയ്തിട്ടുണ്ട്, നല്ല കാര്യം. പക്ഷെ ഇന്നാണെങ്കിലും അന്നാണെങ്കിലും സണ്ണി ലിയോണിനെ ആരും മോശമായിട്ടൊന്നും പറയാൻ വേണ്ടി പോയിട്ടൊന്നുമില്ല. പറയുമ്പോൾ എന്താണ്, അവർ ഇത്തരത്തിലുള്ള സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്ന ഒരാളാണ്. പക്ഷെ അവരെ ആരും ഇത്തരത്തിൽ ഒന്നും മോശമായിട്ടൊന്നും പറയത്തൊന്നുമില്ല. അവരെ അക്ക കുക്ക എന്ന് പറഞ്ഞിട്ട് തലേ കയറ്റിയിട്ട് വെച്ചിരിക്കുകയാണ്. തലേ കയറ്റി വെക്കേണ്ടെന്നല്ല പറയണത്, ആയിക്കോട്ടെ. പക്ഷെ ഇവിടെ മലയാളത്തിൽ ഒരു തുണ്ടുപടത്തിലൊന്നും അല്ല ഇവർ അഭിനയിക്കുന്നത്. ഒരു സിനിമയുടെ അകത്ത് ഒരു ചെറിയ ഭാഗമായിട്ടാണ് ചില ഇൻറ്റിമേറ്റ് സീനുകൾ വരുന്നത്. അപ്പോൾ ആ ചെറിയ ഇൻറ്റിമേറ്റ് സീനുകളിൽ അഭിനയിക്കുമ്പോൾ പോലും ഇവിടെയുള്ള മലയാളി നടിമാരേനെ ഇവിടെയുള്ള ആളുകൾ വളരെ മോശമായിട്ട് സ്ലക്ഷ്യം ചെയ്യുകയാണ് ആക്ച്വലി ചെയ്യുന്നത്. അപ്പോൾ അതെന്തൊരു ഹിപ്പോക്രാറ്റിക് ആയിട്ടുള്ള ചിന്തയത്, അല്ലെങ്കിൽ അതെന്തൊരു ഇരട്ടത്താപ്പ. സണ്ണി ലിയോണിനെ പൊക്കി വയ്ക്കാം, ഒരു മുഴുനീള തുണ്ടിൽ അഭിനയിക്കണവരെ പൊക്കി വയ്ക്കാം, അവരെ മോശമായിട്ടൊന്നും പറയില്ല, ഒരു അക്ഷരം പറയില്ല എന്ന് മാത്രമല്ല എന്താ പറയുക അവരെ പൂജിക്കും. ഇവിടെ ചെറിയ ഒരു സിനിമയുടെ ഭാഗമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ അവർ പല 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 പേരിൽ അറിയപ്പെടും.
അവരുടെ കുടുംബക്കാരെ പറയും, അവരുടെ ഭർത്താവിനെ പറയും. പിന്നെ വേറൊരു കാര്യം, ഇപ്പോൾ കുറേ ആൾക്കാരുണ്ടെന്ന് വെറുതെ ഒരു ചിന്താഗതി മോശമായിട്ട് നടക്കുന്നത്. ഇപ്പോൾ സിദ്ദിഖ്, നടൻ സിദ്ദിഖ് പുള്ളിയുടെ മകൻ മരിച്ചുവല്ലോ. ഒരു മകൻ മരിച്ച സമയത്ത് ഓഫ് കോഴ്സ് പുള്ളിക്ക് വിഷമം ഉണ്ടാവും, പുള്ളിയുടെ മകനാണ്, വിഷമം ഉണ്ടാവും. എന്നും പറഞ്ഞ് അയാൾ 24 മണിക്കൂറും കരഞ്ഞുകൊണ്ട് നടക്കാൻ പറ്റുമോ? അയാളുടെ മകൻ മരിച്ചിരിക്കുന്ന സമയത്ത് എങ്ങാണ്ടോ 2-3 ദിവസം കഴിഞ്ഞിട്ട് എങ്ങാണ്ടോ അമ്മയുടെ എന്തോ പരിപാടിയൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് അയാൾ അതിനൊക്കെ അറ്റൻഡ് ചെയ്തു പോയിട്ട്, അപ്പോഴേക്കും കുറേ എണ്ണം അതിൻ്റെ താഴെ പോയിട്ട് എന്താ പറയുക, മകൻ മരിച്ചതേ ഉള്ളൂ, അപ്പോഴേക്കും കട്ടുന്നിട്ട് അയാൾക്ക് സങ്കടമൊന്നുമില്ല, അയാൾക്ക് ഒരു തേങ്ങയില്ല, അയാൾക്കൊരു സ്നേഹമില്ല, പോണു. പിന്നെ എന്താ ചെയ്യേണ്ട? ആൾ നെഞ്ഞത്തടിച്ച് നിലവിളിച്ചിട്ട് കരഞ്ഞുകൊണ്ട് ഒരു മൂലയ്ക്ക് പോയിരിക്കണം. അങ്ങനെ ഇരിക്കുന്ന കണ്ട് കഴിഞ്ഞാൽ ഇവിടുത്തെ ആളുകൾക്ക് ഭയങ്കര സന്തോഷമാവും. അതാണ് ആളുകൾ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണെന്നേ. വെറും ഊളകളാണ് ഇവിടുത്തെ ചില ആളുകൾ. എല്ലാവരും അല്ല പറഞ്ഞത്, ചില ആളുകൾ ഉണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ സുജിച്ചേട്ടൻ്റെ വൈഫിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിലും സുജിച്ചേട്ടൻ മരിച്ചതിന് ശേഷം ഇവർ സൈലൻ്റായി ഇരിക്കുകയാണ്, കരഞ്ഞിട്ടൊക്കെ ഇരിക്കുകയാണ്, എപ്പോഴും ദുഃഖം പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ വേട്ടാവളിയന്മാർ പോയിട്ട് പാവം കണ്ടില്ലേ ഇങ്ങനെ പെരുമാറും. അവരെന്നും അങ്ങനെ ഇരുന്ന ആൾക്കാർക്ക് ഇഷ്ടമാണ്. നേരെ മറിച്ച് അവരൊന്ന് കുറച്ച് കോൺഫിഡൻ്റ് ആയിട്ട് അവർ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് ഇറങ്ങി തിരിച്ചാൽ, അതിപ്പോൾ സിനിമയായിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ ഇപ്പോൾ റീലോ അല്ലെങ്കിൽ എന്തായിട്ടാണെങ്കിലും ഇറങ്ങി തിരിച്ചാൽ അപ്പം ആൾക്കാർ കുറ്റപ്പറയാൻ തുടങ്ങും. അവൾക്ക് വിഷമില്ല, ഭർത്താവ് മരിച്ചിട്ട് വിഷമില്ല, പിന്നെ എന്താ നെഞ്ചെടുത്ത് കരയണോ, മൂക്ക് തൊലിച്ച് ചീറ്റണോ? അതോ ഇങ്ങനെ ക്യാമറ തുറന്നിട്ട് ഇങ്ങനെ ക്യാമറയുടെ മറ്റേ ഇതിൽ നോക്കിയിട്ട് ഒന്ന് ചീറ്റിയിട്ട് നിങ്ങളുടെ മുഖത്തേക്ക് തെറിപ്പിക്കണോ? അപ്പോൾ സന്തോഷമാകുമോ? ദുഃഖിച്ചിരിക്കണ കണ്ടു കഴിഞ്ഞാൽ പച്ചയ്ക്ക് പറയാണ് ഞാൻ. ഇത്തരത്തിലുള്ള മൈൻഡ് സെറ്റുള്ള ആളുകളുടെ അടുത്ത്, ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള മൈൻഡ് സെറ്റുള്ള ആളുകളുടെ അടുത്ത് ഞാൻ പറയുകയാണ്, എൻ്റെ അടുത്ത് വിരോധം വിചാരിച്ചിട്ട് കാര്യമില്ല. പിന്നെ ഈ ഇൻറ്റിമേറ്റ് രംഗങ്ങൾ കാണുന്ന സമയത്ത് അതിലുള്ള ആളുകൾ, ഇപ്പം ഞാൻ ഈ പറഞ്ഞ ഇവരുടെ റീൽ വെച്ചിട്ട് മാത്രമല്ല പറയണം, പൊതുവേ ഇവിടെ മലയാള സിനിമകളിൽ ഇൻറ്റിമേറ്റ് രംഗങ്ങൾ, ഇപ്പോൾ സ്വാസികയൊക്കെ അഭിനയിച്ചിട്ടുണ്ട്, ചതുരം എന്ന് പറഞ്ഞ സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുള്ള അതൊരു ആ സിനിമയ്ക്കകത്ത് ചെറിയ രീതിയിലുള്ള ഇൻറ്റിമേറ്റ് രംഗങ്ങളൊക്കെ ആക്ച്വലി ഉണ്ട്. അതിൻ്റെ പേരിൽ എന്താ പറയുക, അവരെ ആക്ഷേപിക്കുന്നത് ശരിയാണ്. അപ്പോൾ ഞാൻ ഇത്രയും പറയുന്നത് സിമ്പിളായിട്ട്, സിനിമ എന്ന് പറയുന്നത് ഒരു ആർട്ടാണ്. സിനിമയ്ക്കകത്ത് ഒരു കഥയുടെ ഭാഗമായിട്ട് ചുംബന രംഗമായിക്കോട്ടെ, കെട്ടിപ്പിടുത്ത രംഗമായിക്കോട്ടെ, അത് വരുന്ന സമയത്ത് അതൊരു അഭിനയിക്കുകയാണ് അവർ, കഥാപാത്രങ്ങളാണ് അഭിനയിക്കുന്നത്. അല്ലാതെ പ്രേമിച്ചിട്ട് അങ്ങോട്ട് ഭയങ്കരമായിട്ട് അതിൻ്റെ അകത്ത് അങ്ങോട്ട് തകർക്കുകയല്ല. ക്യാമറയ്ക്ക് മുമ്പിൽ ഒരുപാട് ആളുകളുടെ ടെക്നീഷ്യൻസിൻ്റെ മുമ്പിൽ ഇവർ അഭിനയിക്കുകയാണത്. അതിനെ ആ രീതിയിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റാത്തവരൊക്കെ എന്തോന്ന് പ്രേക്ഷകരാണ്. ഇത് കാണുമ്പോഴേക്കും വെള്ളറക്കുകയും ചെയ്യും, കുറ്റപ്പെടുത്തുകയും ചെയ്യും എന്ന് പറയുമ്പോൾ എന്ത് തരത്തിലുള്ള ചക്കച്ചുള്ള ഭർത്താവന്മാരാണോ ഇതൊക്കെ? ഇടയ്ക്ക് വെച്ചിട്ട് മറ്റേ അനിക സുരേന്ദ്രൻ അങ്ങനെ എന്തോ അവരേതോ ലിപ് ലോക്ക് സീൻ ഏതോ ഒരു സിനിമയ്ക്കകത്ത് എന്തോ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. പിന്നെ കുറേ കാലം അതിനെ ആൾക്കാർ ചീത്തവിളിയായിരുന്നു. കുട്ടി വളർന്നു ഇതാ കാണിച്ചു തുടങ്ങി. കഷ്ടം. ഇതാണ് മലയാളി പൊളി. സീരിയസ്ലി ഞാൻ പറയുന്നത്, ഇതാണ് മലയാളി പൊളി പറയിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയ്ക്കൊക്കെ പറയാനുള്ള, ഞാൻ കൂടുതലൊന്നും പറഞ്ഞു പോകുന്നില്ല. ഞാൻ പഴയ ലെവലിലൊക്കെ വർത്തമാനം പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇതിലും ഭീകരമായിട്ടൊക്കെ പോവും. ആളുകൾക്ക് ചിലപ്പോൾ അത് വല്ലാതെ ഇങ്ങ് ഇഷ്ടപ്പെടുകയും ചെയ്യും. വേണ്ടാന്ന് വെച്ചിട്ടാണ് ഞാനിപ്പോൾ കുറച്ച് ലഘൂകരിച്ചിട്ടാണ് പല കാര്യങ്ങളും സംസാരിക്കണത്. ടെമ്പർ തെറ്റിപ്പോവേ പിടിച്ചിട്ട് സംസാരിച്ചില്ലെങ്കിൽ. ഇത്ര പറയാനുള്ളൂ. അപ്പോൾ അവർ ജീവിക്കട്ടെ, നമ്മളും ജീവിക്കുക, ബാക്കിയുള്ളവരെയും ജീവിക്കാൻ വേണ്ടിയിട്ട് വിടുക. എന്തിനാണ് ഈ സൈബർ അറ്റാക്ക് ചെയ്യുന്നത്? നന്നായിട്ട് അവർ പുരോഗമിക്കട്ടെ. അവരിപ്പോൾ സിനിമയിൽ അഭിനയിക്കാൻ പോട്ടെ. ഇനിയിപ്പോൾ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇനിയിപ്പോൾ വേറെ വല്ല തുന്നൽ കടട്ട് പോകാനാണോ താല്പര്യം, അവർ ചെയ്യട്ടെ. മേക്കപ്പാണോ താല്പര്യം, അത് ചെയ്യട്ടെ. എന്താ അവർക്ക് താല്പര്യം എന്ന് വെച്ചാൽ ചെയ്യട്ടോ. പിന്നെ ഇപ്പോൾ ഈ പറഞ്ഞ ഇവിടെ ഈ കല്യാണം കഴിഞ്ഞിട്ട് കുറേ ആൾക്കാർ ഡിവോഴ്സ് ആവുന്നുണ്ട്. ഇപ്പോൾ ഡിവോഴ്സ് ആയിട്ടുള്ള ആളുകൾ സന്തോഷമായി ജീവിക്കുന്നത് കാണാൻ ഇവിടെയുള്ള ആളുകൾക്ക് താല്പര്യമൊന്നുമില്ല. സന്തോഷമായിട്ട് ജീവിക്കുമ്പോൾ അതിനൊരു കൂസലും ഇല്ല. കണ്ടില്ലേ, ഡിവോഴ്സൊക്കെ ആയതിൻ്റെ എന്തെങ്കിലും ഇതുണ്ടോ, അവളിതാ കൂടുതൽ അടിച്ചു പൊളിച്ചിട്ട് അങ്ങ് ജീവിക്കുകയാണ്, ഇങ്ങനെ കാണും ആൾക്കാർ. അപ്പോൾ ഡിവോഴ്സ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ദുഃഖിച്ചിട്ട് ഇരിക്കണം എന്നാണ്. കല്യാണം കഴിഞ്ഞാൽ പിന്നെ ദുഃഖിച്ചിട്ട് ഇരിക്കണം. സന്തോഷിച്ച് ജീവിക്കാൻ വേണ്ടി പാടില്ല. സന്തോഷിച്ച് ജീവിക്കാൻ ഇവിടുത്തെ ആൾക്കാരെ അനുവദിക്കില്ല, കുറ്റപ്പെടുത്തും. അതേപോലെ തന്നെ ഇപ്പോൾ കല്യാണം കഴിഞ്ഞു, ഇപ്പോൾ ഭർത്താവ് മരണപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്ത്രീകളുടെ സ്ഥിതി എന്ന് പറയുന്നത് വളരെ മോശമാണ്. ഓഫ് കോഴ്സ് വിഷമം ഉണ്ടാവും. പക്ഷെ എല്ലാ കാലവും ഇപ്പോൾ ഒരാൾ മരിച്ചെന്ന് പറഞ്ഞ് വിഷമിച്ചുകൊണ്ടിരിക്കാൻ വേണ്ടി പറ്റുമോ?
റിക്കവർ ആവണം. റിക്കവർ ആവുന്നില്ല എന്നുണ്ടെങ്കിൽ റിക്കവർ ആവാൻ വേണ്ടിയിട്ട് ഇവിടെ ഉള്ള ചുറ്റുപാടുള്ള ആളുകൾ അവരെ റിക്കവർ ആവാൻ വേണ്ടി സഹായിക്കുകയാണ് ചെയ്യേണ്ടത്. അവരെ കൂടുതൽ ലൈഫിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് ചെയ്യേണ്ടത്. പക്ഷെ എവിടെ ആളുകൾക്ക് അതിനല്ലല്ലോ താല്പര്യം. ഇപ്പം അങ്ങനെ മരിച്ചു, ഒരു സ്ത്രീ ഇപ്പം ഇങ്ങനെ പോവുകയാണ്, ജീവിച്ചിട്ട് ഇങ്ങനെ മുമ്പോട്ട് പോവുകയാണ്. ഒരു ഘട്ടം എത്തിയപ്പോൾ അവർക്ക് ജീവിക്കണം, അവർ ഈ പറഞ്ഞ വിഷമങ്ങളൊക്കെ ഒന്ന് ചെറുതായിട്ട് കുറയുന്നു. ഓഫ് കോഴ്സ് ഉള്ളിൽ സ്നേഹവും വിഷമമൊക്കെ ഉണ്ടാവും, പക്ഷെ അത് കുറയുമല്ലോ. മെല്ലെ 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 ദിവസം മുമ്പോട്ട് പോകുമ്പോൾ കുറയുമല്ലോ. പക്ഷെ അത് കുറഞ്ഞ് നമ്മൾ ലൈഫിലേക്ക് മുമ്പോട്ട് പോകാൻ തുടങ്ങി, ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി തുടങ്ങി കഴിഞ്ഞാൽ അപ്പോൾ ആൾക്കാർ പറഞ്ഞു തുടങ്ങും അവർക്ക് വിഷമമൊന്നുമില്ല, അവർക്ക് സ്നേഹമൊന്നും ഉണ്ടായിരുന്നില്ല ഭർത്താവിനോട്. ഇപ്പോൾ ഇതാ കണ്ടില്ലേ മരിച്ചിട്ട് ഇതാ കുറച്ചാവുന്നപ്പോഴേക്കും ഇതാ കയറി അങ്ങ് എൻജോയ് ചെയ്യാൻ വേണ്ടി തുടങ്ങി എന്നൊക്കെ പറയും ആളുകൾ. അജാതി പട്ടിത്തിട്ട കണ്ടികളാണ് ഇവിടെ ഉള്ളവര്. മനസ്സിലായില്ലേ? എല്ലായിടത്തും ഈ ഊളകൾ ആക്ച്വലി ഉണ്ട്. ഇന്ത്യയുടെ ഉള്ളിലെ എല്ലായിടത്തും ഈ ഊളകൾ ഉണ്ട്, ഇല്ലെന്നല്ല പറയണം. പക്ഷേ ഇവിടെ ഈ മലയാളി പൊളിയാണെന്ന് വലിയ അവകാശവാദങ്ങളൊക്കെ ഉള്ള സ്ഥിതിക്ക് ഈ പറഞ്ഞ പൊളിയായിട്ടുള്ള രീതിയിലുള്ള കാഴ്ചപ്പാടുകളൊക്കെ ഉണ്ടാവണ്ടേ? പക്ഷെ അത് ഉണ്ടാവാതെ പൊളി എന്നുള്ളത് പറച്ചിൽ മാത്രം ഉണ്ടാവുകയും പ്രവൃത്തിയിൽ ഈ വേട്ടാവളിത്തര കാണിക്കുകയും ചിന്താഗതികളിൽ ഊളത്തരം കാണിക്കുകയും ചെയ്യുന്ന ആൾക്കാരൊക്കെ എന്താണ്, വല്ല തീട്ടവെള്ളം തളിക്കണം. ചാണകവെള്ളം പോലും തളിക്കരുത്, തീട്ടവെള്ളം തളിക്കണം. മനസ്സിലായില്ലേ? ഇത്രയും പറയാനുള്ളൂ. ശരി.